السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. വിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹുജറാത്ത് സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അബ്ദ് എങ്ങനെയാവണം തൻ്റെ റബ്ബിനോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് റബ്ബിനോടുള്ള അവൻ്റെ നിലപാട് എന്ന് സൂറത്ത് വ്യക്തമാക്കുന്നത് കാണാം. ഒരു അബ്ദ് തൻ്റെ റസൂലാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എങ്ങനെ പെരുമാറണം, ഒരു അബ്ദ് മറ്റ് മുസ്ലിമിനോട് എങ്ങനെ പെരുമാറണം, ഒരു അബ്ദ് മറ്റു ഫാസിക്കായ ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നീ തുടങ്ങിയ ഒരു മുഅ്മിനിന്റെ അഖ്ലാഖുകളെ സംബന്ധിച്ച് പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ സൂറത്തുൽ അഖ്ലാഖ് എന്നിവരെ പേര് വെച്ചത് കാണാം. ആയത്തിന്റെ തുടക്കം വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം 18ഓളം തവണയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന വാക്യം കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ ആയത്തും തുടങ്ങുന്നത് അങ്ങനെയാണ്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. മുമ്പ് എല്ലാം യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങി എന്നതുകൊണ്ട് തുടങ്ങിയ ഈ സൂറത്തിൽ 5ഓളം പ്രാവശ്യം യാ അയ്യുഹല്ലദീന ആമനു എന്നതുകൊണ്ട് തുടങ്ങി ഏതായി നമുക്ക് കാണാം. പക്ഷേ അതിനെല്ലാം വ്യക്തമായിക്കൊണ്ട് യാ അയ്യുഹന്നാസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിതാബിടുകയാണ്. എന്നിട്ട് ശേഷം പറയുന്നു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വ ജഅൽനാ ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, കാഫിറായാലും ഏത് വ്യക്തിയായാലും, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഞാൻ പുരുഷനായിട്ട് പടച്ചു, സ്ത്രീയായിട്ട് പടച്ചു. എന്നിട്ടോ വജഅൽനാ ശുഊബൻ വ ഖബായില, നിങ്ങളെ വ്യത്യസ്തരായ പുരുഷനും സ്ത്രീകളും വ്യത്യസ്തമായ അറബികളും അനറബികളും ഖുറൈശികളും ഖുറൈശികളല്ലാത്തവരുമെല്ലാം ഞാൻ ആക്കി. എന്തിനു വേണ്ടിയാക്കി? ലിതആറഫു, നിങ്ങൾ പരസ്പരം വ്യത്യാസമായി അറിയാൻ വേണ്ടിയാക്കി. ഇവിടെ മുഫസ്സിരീങ്ങളെല്ലാം മഹാനായ ഇമാമുർ റാസി, ഇബ്നു കസീർ തുടങ്ങിയവരെല്ലാം കൊടുത്തത് കാണാം, ലിഗൈരി തഫഖുരിൻ, നിങ്ങളെ പരസ്പരം കിബ്ർ നടിക്കാനല്ല. ഇന്ന് നമുക്ക് കാണാം മഹാന്മാരായ വലിയ വലിയ ആളുകൾ, അവർ അധികാരത്തിന്റെ മേലിൽ ഞാൻ വലിയ അധികാരമുള്ളവനാണെന്ന് കരുതി ഫഖ്ർ നടിക്കുന്നു എന്നല്ല. ഇന്ന് ഇസ്ലാമിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഒരു അടിമ സമ്പ്രദായം ഇന്ന് ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മോശമാക്കി കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് പരസ്പരം മനസ്സിലാക്കാൻ, വ്യത്യസ്തമാക്കി കാണാൻ വേണ്ടിയാണ് ഇസ്ലാം എന്താക്കിയിട്ടുള്ളത്, പുരുഷനെ പെണ്ണ് എന്ന് വേർപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഇസ്ലാമിൽ വിവേചനമില്ല. മഹാന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു 23 വർഷം പ്രബോധനം ചെയ്ത റസൂലുള്ളാഹി മക്ക ഫത്ഹിന് വരുന്ന സന്ദർഭത്തിൽ മഹാന്മാരായ വലിയ വലിയ സ്വഹാബത്ത് അവിടെ ഉണ്ടായിരിക്കെ മക്കയുടെ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുപ്പിച്ചത് ആരെയാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. ഏത് ബിലാൽ റളിയല്ലാഹു അൻഹു? ആ മക്കയിൽ തന്നെ, ആ മണ്ണിൽ തനിയകം ആ ചുട്ട് മണലാണത്തിൽ പൊള്ളലേറ്റ് നടന്നിരുന്ന, ശിക്ഷ അനുഭവിച്ച, എല്ലാവരും നീചനായി കണ്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടെ ബഹുമാനിക്കുന്നത്. ഇതാണ് ഇസ്ലാമിൽ വിവേചനമില്ല. വെറും പുരുഷനേത് സ്ത്രീ ഏത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞില്ല, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു മറ്റൊരാളും കൂടി ഇങ്ങനെ വരുന്നത് കണ്ട് ജനങ്ങൾ ചോദിച്ചു, മൻ ഹാദാ, ആരാണ് അബൂദറെ ഇതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഹാദാ അബ്ദി, ഇതിന്റെ അടിമയാണ്. കാരണം ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഒരേ വസ്ത്രം, ഒരേ ഭംഗി, ഒരേ വാഹനം, ജനങ്ങളൊക്കെ അന്താളിച്ച് നിൽക്കുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നോട്, അബ്ദിനെ ഇങ്ങനെ തന്നെ ബഹുമാനിക്കണം, ഒരു അബ്ദിനെ ഇങ്ങനെയാവണം നാം പെരുമാറേണ്ടത്, അല്ലാതെ വിവേചനം പാടില്ല. അല്ലാതെ പുരുഷനാണ്, സ്ത്രീ അല്ലെങ്കിൽ സയ്യിദാണ്, അടിമയാണ് എന്നതുകൊണ്ട് ഇസ്ലാമിൽ ഒരിക്കലും ഒരുത്തൻ മേരെയുള്ളവനാണ്, ഒരുത്തൻ താഴെയുള്ളവനാണ് എന്നൊരു തഫഖുർ ഇസ്ലാമിലില്ല. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം,
നിങ്ങളെ വെറും പുരുഷനും സ്ത്രീയൊക്കെയായി പടച്ചത് ലിതഅറഫു, നിങ്ങൾ പരസ്പരം ആരാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ശ്രേഷ്ഠന്മാർ വെളുപ്പുള്ളവനല്ല, കറുപ്പുത്തവനല്ല, അധികാരമുള്ളവനല്ല, വലിയ വലിയ രാജ്യത്തിന്റെ അങ്ങേ തലത്തെ പർവ്വതയിലുള്ളവനല്ല, അത്ഖാക്കും തഖ്വയുള്ളവനാണ്. ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. തഖ്വയുടെ മുമ്പിലാണ് നമ്മളെല്ലാം പിടിവിട്ടു പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വ ഉള്ളവരടുത്ത് നിന്ന് റബ്ബ് സ്വീകരിക്കണുള്ളൂ. എന്തേ കാരണം? മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, തഖ്വൽ ഇലാഹു മദാറു കുല്ലി സആദതി വത്തിബാഉ അഹ്വാ ശർറു റഅസു ശർരി ഹബായില. തഖ്വണ്ടോ അതേലേ കാര്യമുള്ളൂ, വേറൊന്നിലും കാര്യമില്ല. അതുകൊണ്ടല്ലേ എത്ര മഹാന്മാരായ സ്വഹാബത്ത്, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബത്ത് പോലും വഫാത്താവുന്ന നേരത്ത് പൊട്ടിക്കരയാ. കാരണം ചോദിച്ചപ്പോ ഞങ്ങൾക്ക് തഖ്വയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പൊ നമ്മളവസ്ഥ എന്താ? മഹാനായ അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ എതിരാളിയെ കടത്തി കൗത്തിന് വാള് വെച്ച നേരത്ത് അദ്ദേഹം ഒന്ന് തുപ്പിയപ്പോ തിരിച്ചു നടന്നു. കാരണം ചോദിച്ചപ്പോ പറഞ്ഞത്, ഞാനെങ്ങാനും ഇനി അദ്ദേഹത്തെ കുത്തിയാൽ എന്റെ പ്രതികാരം തീർക്കലാകും. തഖ്വ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് തഖ്വ. നമുക്കതിലുണ്ടോ? മഹാന്മാരായ ആളുകൾ എത്രത്തോളം, മഹാനായ ഖാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു ജീവിതകാലം മൊത്തം ഇന്നും ചെവി കേൾക്കാത്ത ആളെന്ന് പറയപ്പെട്ടത് എന്തേ? ഒരു മഹതി, ഒരു സ്ത്രീ വന്ന് ഫത്വ ചോദിച്ചപ്പോ ആ സ്ത്രീയിൽ ഉണ്ടായ ഒരു ചെറിയ അബദ്ധം താൻ കേട്ടിട്ടില്ലെന്ന് ആ സ്ത്രീയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്നും അസം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്തേ? ആ തന്റെ തഖ്വയുടെ അസറാണത്. ശേഷം അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ അലീമുൻ ഖബീർ, ഞാൻ നല്ല തലീകെട്ടൊക്കെ കെട്ടിക്കണേ, ഞാൻ നല്ല കന്തുറൊക്കെ ഇട്ടിക്കണേ, അതുകൊണ്ട് എനിക്ക് തഖ്വണ്ട് എന്നാരും കരുതണ്ട. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ആർക്ക് തഖ്വണ്ടോ, ആരാണോ യഥാർത്ഥത്തിൽ മുത്തഖീൻ, ആരാണോ അള്ളാഹുവിന്റെ അടുക്കൽ ഇന്നമാ യതഖബ്ബലു മിനൽ മുത്തഖീൻ എന്ന് പറഞ്ഞ ആളുകൾ ആരാണെന്ന് അള്ളാഹു എനിക്കറിയാം. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് തഖ്വ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആയത്താണിത്. അതുകൊണ്ട് തന്നെ നാം തഖ്വയുള്ളവരായി മാറണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.